വീട്ടിലെ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യലാണ്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ പോത്ത് വിന്താലുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. പോത്ത് വിന്താലു തയ്യാറാക്കാനായിട്ട് കടുക്, മുരിങ്ങയുടെ തൊലി, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അല്പം വറ്റൽമുളകാണ്. 8-10 വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം എടുത്ത കൂട്ടുകളൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഈ കൂട്ടിലേക്ക് നമുക്കല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതും കൂടെ ചേർക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം നമ്മൾ 10-12 അല്ലി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും അതിലേക്ക് നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, നമ്മുടെ വിന്താലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ നമുക്ക് ചേർക്കണം. മീറ്റ് മസാലയാണ്, അതൊരു 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. 2 സവാള കനം കുറച്ചരിഞ്ഞതും 2 പച്ചമുളകുമാണ്, അതും കൂടി ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ മസാലക്കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടും ഇതിലേക്ക് ചേർക്കുകയാണ്. പോത്ത് നല്ല കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ചേർക്കുകയാണ്. പോത്ത് ചേർത്തതിന് ശേഷം മസാലക്കൂട്ടിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പോത്ത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ അരപ്പെല്ലാം കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് തയ്യാറാക്കിയപ്പോൾ അല്പം ഉപ്പിട്ടതാണ്. അപ്പോൾ അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ വെള്ളവും മസാലയും പോത്തും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് ആവി കയറ്റി എടുക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യലാണ്. നമ്മൾ പോത്ത് വിന്താലുമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മണമെല്ലാം വരുന്നുണ്ട് നമ്മുടെ മസാലക്കൂട്ടിൻ്റെയൊക്കെ. അപ്പോൾ കറി ഏകദേശം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യണം. 8-10 വിസിൽ കയറി കഴിഞ്ഞു. പോർക്ക് വിന്താലു തയ്യാറായി കഴിഞ്ഞു. അടിപൊളി നല്ല മണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യലാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ആവശ്യത്തിന് ഗ്രേവിയും വെള്ളവും എല്ലാം കൂടെ അടിപൊളി നല്ല മണം. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ എരിവിറച്ചി എന്നും പറയും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എരിവിറച്ചി അല്ലെങ്കിൽ
പോത്ത് വിന്താലു വളരെ രുചികരമായിട്ട് തന്നെ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നമുക്ക് കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം. ഒരിക്കൽ കൂടി വീട്ടിലെ രുചിയുടെ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും കൂടെ ഞാൻ നേരുകയാണ്. താങ്ക് യു.